കരയുന്നു, വിഷമിക്കുന്നു, എൻ്റെ ലൈഫ് ഇങ്ങനെയൊക്കെ ആയിപ്പോയല്ലോ, എൻ്റെ കൂടുള്ളവരെല്ലാം നല്ല രീതിയിൽ അവർ മുൻപോട്ട് പോയി, ഞാൻ മാത്രം പരാജയപ്പെട്ട് ഒതുങ്ങിപ്പോയി, മനസ്സിടിഞ്ഞു പോയി, സന്തോഷിക്കാൻ മേല, സമാധാനം നഷ്ടപ്പെട്ടു, ഭാവിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ നഷ്ടപ്പെട്ടു, ഇതെന്നെ അങ്ങ് വിട്ടു പോകുമോ, താൽക്കാലികമാണോ? ഞാൻ ഇങ്ങനെ വരെ ചിന്തിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ വിഷമം കൂടി നമ്മുടെ മൈൻഡ് ഒരു ഇംബാലൻസിലേക്ക് പോയിട്ട് എനിക്കുണ്ടാകുന്ന ഒരു ഫീലിംഗ് വല്ലതും ആണോ ഇത് എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ആ ക്രൂശിൽ യേശു അല്ലായിരുന്നു അവിടെ കിടക്കേണ്ടുന്നത്, ഞാനായിരുന്നു. ഇത് ഒരു അടിസ്ഥാനപരമായ വെളിപ്പാടാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ. പക്ഷേ ക്രിസ്ത്യൻ ലൈഫ് അങ്ങനല്ല. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ പോഡ്കാസ്റ്റിൻ്റെ 3rd എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദി ആർട്ട് ഓഫ് അബൻഡൻറ്റ് ലിവിങ് എന്നൊരു സീരീസാണ് നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ നാച്ചുറലായിട്ട് എൻ്റെ ഹൃദയത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കണം, സംസാരിക്കണം എന്നൊരു താല്പര്യത്തോടു കൂടിയാണ് നമ്മൾ ഈ സീരീസ് ചെയ്യുന്നത്. നാം വെറുതെ അങ്ങ് എക്സിസ്റ്റ് ചെയ്ത് എങ്ങനെയെങ്കിലുമൊക്കെ ഈ ഭൂമിയിൽ നമ്മുടെ ജീവിതം കഴിച്ചു കൂട്ടണം എന്നല്ല നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ച ആ സമയത്ത് തന്നെ ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ താനായിരിക്കണമെന്നും താൻ അനുഗ്രഹിക്കപ്പെടണം, എല്ലാ വിധത്തിലും മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായി തീരണം, അങ്ങനെ ഒരു സമൃദ്ധിയായ ജീവിതത്തിലേക്കുള്ള വിളിയാണ് യേശു കർത്താവ് നമുക്ക് നൽകിയത്. എന്നാൽ നമുക്കറിയാം, മനുഷ്യൻ പാപത്തിൽ അകപ്പെട്ടതിലൂടെ, ദൈവത്തോടുള്ള ബന്ധം നഷ്ടപ്പെട്ടതിലൂടെ, കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പാപത്തിന് അടിമയായി തീർന്ന ഒരവസ്ഥയിൽ മനുഷ്യനായി തീർന്നു. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൻ്റെ മേൽ ആ നൽകിയ യാഗം മുഖാന്തരം തന്നിൽ വിശ്വസിക്കുന്ന ഏവർക്കും വീണ്ടും നിത്യജീവൻ്റെ സമൃദ്ധിയായ ജീവൻ്റെ അനുഭവത്തിലേക്ക് കർത്താവ് വിളിക്കുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ നിങ്ങളോട് പങ്കുവച്ചല്ലോ, എങ്ങനെയാണ് ഈ ഒരു നിത്യജീവൻ്റെ അനുഭവത്തിലേക്ക് എനിക്ക് ഒരു ടേസ്റ്റ് കിട്ടിയത്, ഞാൻ എങ്ങനെയാണ് ഇതിലേക്ക് പ്രവേശിച്ചത്. സാധാരണ ഒരു ക്രിസ്തീയ പാരമ്പര്യ കുടുംബത്തിൽ ജനിച്ചു വളർന്നതായിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു ഞാൻ. എന്നാൽ ജീവിതത്തിൻ്റെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പരാജയം ഫേസ് ചെയ്തപ്പോൾ എക്സ്റ്റേണലായിട്ടുള്ള കാര്യങ്ങൾ ഒന്നും ഉദ്ദേശിക്കുന്നത് പോലെ പോകുന്നില്ല, നമ്മെ സന്തോഷിപ്പിക്കാൻ പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മെ പുകഴ്ത്തി പറയുവാൻ ആരുമില്ല. അങ്ങനെ ഡൗണായി ഇരിക്കുമ്പോൾ, നിരാശയുടെ ഒരു അവസ്ഥയിൽ ആയിരിക്കുമ്പോഴാണ് വലിയ ഒരു എൻകൗണ്ടർ, ഗോഡ്ലി എൻകൗണ്ടർ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഇന്ന് അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പങ്കുവയ്ക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മൈ എൻകൗണ്ടർ വിത്ത് ദിസ് അബൻഡൻറ്റ് ലൈഫ്. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ ഒരു കണ്ടിന്യൂറ്റി ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രയാസത്തിൽ, വിഷമത്തിലൊക്കെ ഒരു പ്രത്യേക ദിവസം അറൗണ്ട് 30 years ബാക്ക്, 30 വർഷം മുമ്പുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. എൻ്റെ മുറിയിൽ ഇരിക്കുന്നു, ഹൃദയപ്രകാരം ഒന്ന് പ്രാർത്ഥിക്കാൻ പോലും അറിയില്ല, ദൈവം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ്. ദൈവത്തോടൊരു ബന്ധമില്ല, ഏതാവശ്യത്തിൻ്റെ സമയത്തും നമ്മേക്കാൾ വലിയൊരു ശക്തിയാണ് ദൈവം, അതുകൊണ്ട് ആ ദൈവത്തെ വിളിക്കണം എന്നൊരു ജനറലായിട്ടുള്ള ഒരു മനസ്സിലാക്കൽ മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. എന്നാൽ വളരെ വേദനയുടെ, തകർച്ചയുടെ ഒരു വക്കിൽ ഞാൻ എത്തിച്ചേർന്നിരുന്നപ്പോൾ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ദൈവമേ, ഉണ്ട് എങ്കിൽ എന്നെ ഒന്ന് വന്ന് താങ്ങണമേ, എനിക്കിനിയും വാക്കുകൾ പോരാ, അതിനപ്പുറത്ത് എന്നെ താങ്ങുന്ന ഒരു കരം എൻ്റെ ജീവിതത്തിൽ വേണം, എനിക്ക് അങ്ങൊരനുഭവമായി മാറണം എന്നൊക്കെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാനന്ന് പറഞ്ഞതായിട്ട് ഓർക്കുന്നു. ഈ 30 years ബാക്കുള്ള ഒരു ചരിത്രമാണ്. 1993 ഇറ്റ് വാസ് ഇൻ ദ മന്ത് ഓഫ് ജൂൺ. ഞാൻ എൻ്റെ മുറിയിലിരിക്കുകയാണ്. പ്രത്യേകിച്ച് നല്ല രീതിയിൽ പ്രാർത്ഥിക്കാൻ പോലും അറിയത്തില്ല. എന്നാൽ ഒത്തിരി ഭാരപ്പെട്ടിരിക്കുന്നു, കരയുന്നു, വിഷമിക്കുന്നു, എൻ്റെ ലൈഫ് ഇങ്ങനെയൊക്കെ ആയിപ്പോയല്ലോ, എൻ്റെ കൂടുള്ളവരെല്ലാം നല്ല രീതിയിൽ അവർ മുൻപോട്ട് പോയി, ഞാൻ മാത്രം പരാജയപ്പെട്ട് ഒതുങ്ങിപ്പോയി,
മനസ്സിടിഞ്ഞു പോയി, സന്തോഷിക്കാൻ മേല, സമാധാനം നഷ്ടപ്പെട്ടു, ഭാവിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ നഷ്ടപ്പെട്ടു, സാധ്യതകളില്ലാതെ ഞാൻ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് തികച്ചും വ്യത്യസ്തമായ ഈ ഒരു സ്വർഗീയ അനുഭവം എനിക്കുണ്ടാകുന്നത്. വലിയൊരു ദൈവസാന്നിധ്യം ഞാൻ ഇരിക്കുന്ന മുറിക്കകത്തേക്ക് ഇറങ്ങി വരികയാണ്. അന്ന് എനിക്കറിയില്ല അത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണെന്ന്, പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് അന്ന് ഒട്ടും അറിവില്ല. എന്നാൽ എനിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യം അതിങ്ങനെയാണ്, നമുക്ക് മനസ്സിലാവുന്നില്ല, ഇതിനൊരു എക്സ്റ്റേണൽ സോഴ്സ് ഇല്ല. എനിക്കറിയാവുന്ന ലോകം, നമ്മുടെ 5 സെൻസസ് വെച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന ഈ ലോകത്തിൽ നിന്നല്ല ഈ ഒരു സന്തോഷത്തിൻ്റെ, ആശ്വാസത്തിൻ്റെ സോഴ്സ് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. മുകളിൽ നിന്നും ഒരു വെള്ളച്ചാട്ടം ഇങ്ങനെ വരുമ്പോൾ അതിൻ്റെ അടിയിലേക്ക് നാം പോയി നിന്ന് നനഞ്ഞു വരുന്നത് പോലെ ഒരു വലിയ ദൈവസാന്നിധ്യം എൻ്റെ മുകളിലേക്ക് ഇറങ്ങുകയാണ്. അത് എന്തെന്നില്ലാത്ത, പറഞ്ഞുകൂടാത്ത, സാഹചര്യങ്ങളോട് ബന്ധമില്ലാത്ത ഒരു വലിയ സന്തോഷം എൻ്റെ ഉള്ളിൽ അങ്ങ് ഉളവാക്കുകയാണ്. ബുദ്ധിയെ കവിയുന്ന ഒരു സമാധാനം, അല്ലേ? ബൈബിളിൻ്റെ വാക്കുകളാണത്, സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനം. കാരണം സാധാരണഗതിയിൽ നമ്മൾ സമാധാനം എന്ന് പറയുമ്പോൾ നമ്മുടെ കാര്യങ്ങളെല്ലാം നീറ്റായിട്ട് നൈസായിട്ട് പോകുന്നു, നമ്മൾ ഉദ്ദേശിക്കുന്നിടത്ത് കാര്യങ്ങൾ നിൽക്കുന്നു, അപ്പോഴാണ് നമുക്കൊരു ഇൻറ്റേർണൽ പീസ് ഉണ്ടാകുക. എന്നാൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിന് വിപരീതമായിട്ടും നമ്മളെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ ചുറ്റും നടക്കുമ്പോഴും വളരെ കാമായിട്ട്, പീസ്ഫുള്ളായിട്ട് നമുക്ക് ഇരിക്കാൻ കഴിയുക എന്നൊക്കെ പറയുമ്പോൾ അതൊരു ഒരു ഭൗമികമായ ഒരു അനുഭവമല്ലത്. എൻ്റെ ഉള്ളമങ്ങ് നിറയുകയാണ് ദൈവത്തിൻ്റെ സന്തോഷത്താലും സമാധാനത്താലും. ആൻഡ് ദാറ്റ് വാസ് ദ ബിഗിനിങ് ഓഫ് മൈ ജേർണി വിത്ത് ജീസസ് ക്രൈസ്റ്റ്. ആദ്യമേ അങ്ങനെ ഒരു അനുഭവത്തിലാണ്, അതൊരു ഹെവൻലി എൻകൗണ്ടറിലാണ് കർത്താവിനോടുള്ള എൻ്റെ ആ ഒരു യാത്ര അതാരംഭിക്കുന്നത്. അതിനുശേഷം എനിക്കെപ്പോഴും ആ ഒരു പ്രായമാണ്, അതുകൊണ്ട് എനിക്ക് എപ്പോഴും ഒരു പേടി തോന്നുമായിരുന്നു, ഇത് വെറും ഒരു അനുഭവമാണോ, ഇതെന്നെ അങ്ങ് വിട്ടു പോകുമോ, താൽക്കാലികമാണോ. ഞാൻ ഇങ്ങനെ വരെ ചിന്തിച്ചിട്ടുണ്ട്, ഒരുപക്ഷെ വിഷമം കൂടി നമ്മുടെ മൈൻഡ് ഒരു ഇംബാലൻസിലേക്ക് പോയിട്ട് എനിക്കുണ്ടാകുന്ന ഒരു ഫീലിംഗ് വല്ലതുമാണോ ഇത് എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. എന്നാൽ ദൈവത്തിന് സ്തോത്രം, ഈ കഴിഞ്ഞ 30 വർഷം ദൈവത്തോട് കൂടെയുള്ള ആ ഒരു ബന്ധം, നമ്മൾ അനുഭവിക്കുന്ന സന്തോഷം, സമാധാനം, പരിശുദ്ധാത്മാവിലുള്ള ആ കൂട്ടായ്മ, ദൈവസാന്നിധ്യം, അതെല്ലാം വർദ്ധിച്ച് ജീവിതത്തിൽ വന്നിട്ടേ ഉള്ളൂ. ഒരു കാര്യം എനിക്ക് അന്ന് മനസ്സിലായി, ദിസ് ഈസ് സംതിങ് ദാറ്റ് ഗോഡ് ഡസ് ഫ്രം ഇൻസൈഡ് ഔട്ട്. എൻ്റെ ആ ഒരു കൺസെപ്റ്റ് അന്ന് പൂർണ്ണമായിട്ടും ചേഞ്ച് ആകുകയാണ് ചെയ്തത്. കാരണം ഞാനൊരു ക്രിസ്ത്യൻ ഫാമിലി ജനിച്ച് വളർന്ന ഒരാളാണ്. എന്നാലും നമ്മളെ പഠിപ്പിക്കുന്നത്, നമ്മൾ ദൈവത്തോടുള്ള ബന്ധത്തിൽ എങ്ങനെയായിരിക്കണം എന്ന് നമ്മളെ പഠിപ്പിക്കുന്നത്, നമ്മൾ നല്ലതായി ജീവിക്കണം, നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യണം. ഒരു വിധത്തിൽ പറഞ്ഞാൽ ദൈവം നമ്മളിൽ ഹാപ്പി ആയിരിക്കണം. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് ഒരു ദൈവത്തോടു കൂടെ നടക്കുവാൻ കഴിയും, ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ചുരുക്കം പറഞ്ഞാൽ അതൊരു കർമ്മമാർഗത്തിലേക്കാണ് വീണ്ടും അത് നമ്മളെ നയിക്കുന്നത്. ഇഫ് യു ആർ ഗുഡ്, ഇഫ് യു ക്യാൻ ഡു ഗുഡ്, ഗോഡ് വിൽ ബി ഹാപ്പി വിത്ത് യു. എന്നാൽ നമ്മൾ എത്ര ശ്രമിച്ചു കഴിഞ്ഞാലും മനുഷ്യൻ പാപിയായി ഇരിക്കുന്നത് കൊണ്ട് യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷ തൻ്റെ ജീവിതത്തിൽ സ്വീകരിച്ച്, യേശുവിനെ തൻ്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച്, കർത്താവിൻ്റെ രക്തത്തിനകത്തുനിന്ന് ലഭിക്കുന്ന പാപക്ഷമ തൻ്റെ ജീവിതത്തിൽ സ്വീകരിക്കാതെ ഒരു മനുഷ്യൻ ഒരിക്കലും ദൈവത്തോട് നല്ല രീതിയിൽ കണക്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതൊരു കർമ്മമാർഗമല്ല. യേശു കർത്താവ് ഒരിക്കലും ഒരു മതം സ്ഥാപിക്കാൻ വന്ന ആളല്ല. He came to restore us back into relationship with God. പാപമെന്ന് പറയുന്ന ഈ ഘടകം ദൈവത്തെയും മനുഷ്യനെയും അകറ്റി നിർത്തിയിരിക്കുകയാണ്.
അതുകൊണ്ട് ദൈവത്തോട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മുടെ ആത്മാവിൽ നാം മരിച്ചിരിക്കുകയാണ്. എന്നാൽ യേശുക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് നാം രക്ഷകനായി സ്വീകരിച്ചു കഴിയുമ്പോൾ, പാപത്തിൻ്റെ ക്ഷമ നമുക്ക് ലഭിച്ചു കഴിയുമ്പോൾ, നമ്മൾ അതിനുവേണ്ടി എന്തെങ്കിലും പ്രായശ്ചിത്തം ചെയ്തതുകൊണ്ടല്ല, പേയ്മെൻറ്റ് കൊടുത്തതുകൊണ്ടല്ല, ഈ രക്ഷ നമുക്ക് നേടിയെടുക്കുവാൻ ഒരിക്കലും കഴിയത്തില്ല. എന്നാൽ പാപത്തിൻ്റെ ശമ്പളം മരണമായിരിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആ ക്രൂശിൽ യേശു അല്ലായിരുന്നു അവിടെ കിടക്കേണ്ടുന്നത്, മരിക്കേണ്ടുന്നത് ഞാനായിരുന്നു. എൻ്റെ പാപത്തിൻ്റെ ശമ്പളമാണ് മരണം. എന്നാൽ ആ മരണത്തിൽ നിന്നും എന്നെ വിടുവിച്ചുകൊണ്ട് സകല ലോകത്തിൻ്റെയും പാപം യേശു കർത്താവ് തൻ്റെ മേൽ ചുമക്കുവാൻ ഇടയായി തീർന്നു. ഞാൻ അതിൽ വിശ്വസിക്കുന്നതിലൂടെ, ഇതൊരു വിശ്വാസ മാർഗമാണ്. കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് എഫേസ്യ ലേഖനത്തിൽ നാം വായിക്കുന്നു. അങ്ങനെ നാം ഒന്ന് വിശ്വസിക്കുമ്പോൾ നമ്മുടെ ശ്രമങ്ങളെല്ലാം ക്രൂശിൻ്റെ ചുവട്ടിൽ അവസാനിക്കുകയാണ്. ഓൾ അവർ എഫേർട്സ്, ഓൾ അവർ അവർ സ്ട്രഗിൾസ് എൻഡ് അറ്റ് ദ ഫുട്ട് ഓഫ് ദ ക്രോസ്. നമ്മുടെ നന്മ പ്രവൃത്തികളെല്ലാം കറപുരണ്ട വസ്ത്രം പോലെ ആയിരിക്കുന്നു എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. നമ്മൾ എത്ര ട്രൈ ചെയ്താലും, നമ്മുടെ ഹ്യൂമൻ സ്ട്രെങ്ത്തിൽ എത്ര ട്രൈ ചെയ്താലും, അത് ദൈവത്തിൻ്റെ നിലവാരമനുസരിച്ചുള്ള ഒരു വിശുദ്ധി നമുക്ക് നൽകുവാൻ അതിനകത്ത് കഴിവില്ല. റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്, ന്യായപ്രമാണത്തിൻ്റെ മുൻപിൽ വരുമ്പോൾ സകല മനുഷ്യരുടെയും വാ അടഞ്ഞു പോകുകയാണ്. കാരണം ആർക്കും ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിലെ തൻ്റെ സ്വയം ശക്തിയിൽ പൂർത്തീകരിക്കുവാൻ കഴിയുന്നതല്ല. ഇറ്റ് ഈസ് ഇംപോസിബിൾ ഫോർ മാൻ ടു കം അപ്പ് ടു ദ ഹോളി സ്റ്റാൻഡേർഡ്സ് ഓഫ് ഗോഡ്. അതുകൊണ്ടാണ് പാപമില്ലാത്ത മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ അയച്ചത്. അതുകൊണ്ടാണ് യേശു കർത്താവ് ലോകത്തിൻ്റെ പാപത്തെ തൻ്റെ മേൽ ചുമക്കുവാൻ ഇടയായി തീർന്നത്. ഇതൊരു വിശ്വാസ മാർഗമാണ്. ഇത് ഒരു അടിസ്ഥാനപരമായ വെളിപ്പാടാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ. ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് അവർ വർക്ക്സ്. നമ്മുടെ പ്രവൃത്തികൾ അതിന് കാരണമല്ല. നമ്മൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്നത് കൊണ്ടല്ല. ദൈവത്തിലുള്ള ആശ്രയം, എനിക്കെന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതല്ല, ദൈവം എനിക്ക് വേണ്ടി എന്ത് ചെയ്തിരിക്കുന്നു എന്നൊരു കാര്യത്തിലാണ് ക്രിസ്തീയ ജീവിതം ആരംഭിക്കുന്നത്. നോർമൽ ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട പുസ്തകം, വാച്ച്മാൻ നീ എന്ന് പറയുന്ന ദേവദാസൻ എഴുതിയിരിക്കുന്ന ഒരു ക്രിസ്ത്യൻ ക്ലാസിക്കാണത്. അതെൻ്റെ ജീവിതത്തെ ആദ്യകാലങ്ങളിൽ ഒരുപാട് സ്വാധീനിക്കാനിടയായി തീർന്നു. ക്രിസ്ത്യൻ ലൈഫ് ബിഗിൻസ് വിത്ത് എ ബിഗ് ഡൺ. It doesn't begin with a do, it begins with a big done. കർത്താവ് എനിക്ക് വേണ്ടി ചിലതെല്ലാം ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ അനുഗ്രഹത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. ആ സ്വസ്ഥതയിലാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആരംഭം. ഇതെനിക്കൊരു വെളിപ്പാടായിരുന്നു. എൻ്റെ ശ്രമങ്ങളെല്ലാം അവസാനിപ്പിച്ചു. ദൈവം വന്ന് അങ്ങ് നമ്മളെ ആലിംഗനം ചെയ്ത് എംബ്രേസ് ചെയ്ത് തൻ്റെ സ്നേഹത്തിലേക്ക് നമ്മളെ ഇൻവൈറ്റ് ചെയ്യുന്ന ഒരു അനുഭവമാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആരംഭം. മകനെ, മകളെ, നിന്നെക്കൊണ്ട് ഇത് കഴിയത്തില്ല, അതെനിക്കറിയാം അല്ലേ. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ്സില്ലാത്തവരായി തീർന്നു എന്നുള്ളതാണ് ഏത് മനുഷ്യനെക്കുറിച്ചുമുള്ള ഒരു യാഥാർത്ഥ്യം. We cannot do it. We just cannot do it. And the moment we accept that, ഇത് നമ്മളൊന്ന് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മുടെ ശ്രമങ്ങളൊന്ന് നിർത്തിക്കഴിഞ്ഞാൽ, കർത്താവേ ഞാനൊരു സീറോ ആണ് എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ മുൻപിൽ നമ്മളൊന്ന് മുട്ടുമടക്കുന്ന ആ ദിവസമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ, ഫ്രീ ആയിട്ട് പ്രവർത്തിക്കുവാൻ തുടങ്ങുന്നത്. ഓക്കേ, നീ സമർപ്പിക്കുന്ന ആ സമയത്ത്, നീ വിട്ടുകൊടുക്കുന്ന, സറണ്ടർ ചെയ്യുന്ന ആ ഒരു സമയത്ത്, ഫ്രം ദെയർ യുവർ ലൈഫ് ബിഗിൻസ് വിത്ത് ഗോഡ്. നമ്മളൊക്കെ ഇങ്ങനെ ചില സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ മൂവീസിലാണ് നമ്മൾ കാണുന്നത്. ഒരു കള്ളൻ അല്ലേ, പോലീസിനെ കാണുമ്പോൾ ഈ കള്ളൻ ഓടുകയാണ്, രക്ഷപ്പെടാൻ ഓടുകയാണ്. കാരണം
താൻ തെറ്റ് ചെയ്തിട്ടുണ്ട്. പോലീസുകാരൻ പിടിച്ചു കഴിഞ്ഞാൽ അവനെ അകത്തിടും. അതുകൊണ്ട് ഓടുകയാണ്, പാത്തിരിക്കുകയാണ്, രക്ഷപ്പെടുകയാണ്. ഈ പോലീസുകാരൻ്റെ കണ്ണിൽ പെടാതെ ഓടുകയാണ്. എന്നാൽ ഓടി 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 അവസാനം ഒരു പോയിന്റിലെത്തുമ്പോൾ അല്ലേ, കൈ രണ്ടും ഇങ്ങനെ വെച്ച് ഐ സറണ്ടർ, എന്നെ ഏൽപ്പിച്ച് തരുന്നു എന്ന് പറയും പോലെ. പക്ഷേ ഒരു വിധത്തിൽ പറഞ്ഞാൽ ആ വ്യക്തി അകത്താകുകയാണ്. അടികൊള്ളാൻ ഉള്ള സാധ്യത ശിക്ഷിക്കപ്പെടാൻ വേണ്ടിയാണ് താൻ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. പക്ഷേ ദൈവസന്നിധിയിൽ അങ്ങനെയല്ല. നമ്മളിങ്ങനെ ഓടി രക്ഷപ്പെട്ട് ദൈവസന്നിധിയിൽ നിന്നും ഓടി മാറി ഞാൻ എന്നെ തന്നെ സഹായിച്ചോളാം, എനിക്കറിയാം എങ്ങനെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള നമ്മുടെ അഹംഭാവങ്ങളും നമ്മൾ എന്തൊക്കെയോ ആണെന്നും ദൈവത്തിൻ്റെ വഴികളെ അറിയാൻ മേലാത്ത നമ്മുടെ മുടന്തുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ അവസാനിച്ച് നാം ഏൽപ്പിച്ചു കൊടുക്കുന്ന സമയം നമ്മുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ബിഗിനിങ് പോയിൻ്റാണ്. നമ്മുടെ എൻഡ് പോയിന്റിലാണ് ദൈവത്തിൻ്റെ ബിഗിനിങ് പോയിൻ്റ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രൈസ് ഗോഡ്. അതെപ്പോഴും അങ്ങനെ നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ആരംഭഘട്ടത്തിൽ മാത്രമല്ല, ത്രൂ ഔട്ട് അവർ ക്രിസ്ത്യൻ ലൈഫ്. ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് റണ്ണിങ്, ബട്ട് ഇറ്റ് ഈസ് ഇൻ റെസ്റ്റിംഗ്. ഒരു പഴയ ഇംഗ്ലീഷ് പാട്ടാണത്. ഇറ്റ്സ് നോട്ട് ഇൻ റണ്ണിങ് ബട്ട് ഇൻ റെസ്റ്റിംഗ്. It is not in wondering but in praying that we know the hand of God, the love of God എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് പാട്ടുണ്ട്. Praise God. So this was a great revelation for me that എൻ്റെ ശ്രമങ്ങളെല്ലാം നിർത്തി ഞാൻ ഈ ഒരു സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുമ്പോൾ കർത്താവ് എന്നെ അങ്ങ് ഏറ്റെടുക്കുകയാണ്. യേശു കർത്താവ് ഇങ്ങനെ പറയുവാനിടയായി തീർന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്നും ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. സോ ദ ചേഞ്ച്, ദൈവം നമ്മളോട് ഇടപെടുമ്പോൾ ഉള്ളിലാണ് ആദ്യം ചേഞ്ച് വരുന്നത്. അത് ഓവർഫ്ലോ ആയി പുറത്തേക്ക് ജീവിത രൂപാന്തരമായി അത് വെളിപ്പെടുകയാണ്. ഇതൊരു ചെറിയ കാര്യമാണെങ്കിലും നമ്മൾ ഇതിൻ്റെ ഓർഡർ റിവേഴ്സ് ചെയ്താണ് പലപ്പോഴും ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലേ? നമ്മൾ ശ്രമിക്കുന്നു, നല്ലതാകാൻ ശ്രമിക്കുന്നു, നമ്മൾ നന്നാവാൻ ശ്രമിക്കുന്നു, നല്ല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നു, ഇവിടെ ശരിയാക്കുന്നു, അവിടെ ശരിയാക്കുന്നു, അല്ലേ? ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെറ്റാകും എന്നൊരു ചിന്തയിലാണ് നമ്മൾ പോകുന്നത്. പക്ഷേ മനുഷ്യൻ്റെ ശ്രമങ്ങൾ, ദൈവത്തെ കൂടാതെയുള്ള മനുഷ്യൻ്റെ ശ്രമങ്ങളെല്ലാം പരാജയമാണ്. ഇത് ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലായിരിക്കും നാം തിരിച്ചറിയുന്നത്. എന്നാൽ എത്രയും പെട്ടെന്ന് നാം ഇത് തിരിച്ചറിയുന്നു, അത്രയും നമുക്ക് ടൈം ലാഭിക്കാം. So when you meet with God, God takes over. You just need to surrender, to yield. നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ, കർത്താവേ എനിക്ക് പറ്റത്തില്ല, എനിക്ക് കഴിയത്തില്ല എന്ന് പറഞ്ഞ് നാം ദൈവസന്നിധിയിൽ ഏൽപ്പിക്കുമ്പോഴാണ് അവിടെ പരിശുദ്ധാത്മാവ് നമ്മെ ഏറ്റെടുക്കുന്നത്. ആൻഡ് ദെൻ ദ പ്രൊവിഷൻ ഈസ് ഡിവൈൻ. ഹോളി സ്പിരിറ്റ് നമ്മുടെ ഉള്ളിലേക്ക് പകരപ്പെടുകയാണ്. ജീവജലത്തിൻ്റെ നദികൾ നമ്മുടെ ഉള്ളിലുള്ള ഒരു അനുഭവം. ആൻഡ് ഇറ്റ് ഫ്ലോസ് ഫ്രം ഇൻസൈഡ് ഔട്ട്. രൂപാന്തരം അങ്ങനെയാണ് വരുന്നത്. ഉള്ളിലുള്ള രൂപാന്തരമാണ് പുറത്തേക്ക് ട്രിക്കിൾ ഔട്ട് ചെയ്ത് വരുന്നത്. പാപത്തെ സ്നേഹിക്കാൻ കഴിയാതെ, പാപത്തിൻ്റെ വഴികളിൽ നടക്കാൻ കഴിയാത്ത ഒരു രൂപാന്തരം എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് കൊണ്ടുവരികയാണ്, അല്ലേ? അപ്പം ഇത് സാഹചര്യത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ജീവിതമല്ല ക്രിസ്തുവിനോടുകൂടിയുള്ള ജീവിതം. എല്ലാം നന്നായി പോകുമ്പം എനിക്ക് ഭയങ്കര സന്തോഷം, ഭയങ്കര സമാധാനം. അതിന് നമുക്ക് ക്രിസ്തുവിനെ വേണ്ട. ഒരു സാധാരണ മനുഷ്യൻ്റെ ജീവിതം പോലും അങ്ങനെയല്ലേ? when everything is fine, you are happy. പക്ഷേ ക്രിസ്ത്യൻ ലൈഫ് അങ്ങനല്ല. ഇറ്റ് ഈസ് ഫ്രം, അതിൻ്റെ സോഴ്സ് പുറത്തല്ല, സോഴ്സ് എക്സ്റ്റേണൽ അല്ല, സോഴ്സ് ഈസ് ഇൻറ്റേർണൽ. അതുകൊണ്ട് അതിരുകൂടാത്ത സ്നേഹം, അല്ലേ? സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനം, പറഞ്ഞുകൂടാത്ത സന്തോഷം, ഇത്തരത്തിലുള്ള ക്വാളിറ്റീസാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത്.
കൊണ്ടുവരുന്നത്. ആൻഡ് ദിസ് ഈസ് എ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് അണ്ടർസ്റ്റാൻഡിങ് ഫ്രം വാട്ട് വി യൂഷ്വലി ഹാവ്. സാധാരണഗതിയിൽ നമ്മൾ ചിന്തിക്കുകയും നമ്മൾ മനുഷ്യരിൽ നിന്നും നമുക്ക് കിട്ടുന്ന അനുഭവങ്ങളെക്കാട്ടിലൊക്കെ വളരെ വ്യത്യസ്തമാണ് ഈ ഒരു ജീവിതം. വെൻ യു ഗെറ്റ് പ്ലഗ്ഡ് ഇൻ ടു ഗോഡ്, ദൈവവുമായിട്ടൊരു ബന്ധത്തിലേക്ക് നാം അങ്ങ് ഘടിപ്പിക്കപ്പെട്ട് കഴിയുമ്പോൾ പിന്നെ ഈ നിത്യജീവൻ, ഈ സോയെ ലൈഫ് ഓഫ് ഗോഡ്, ഇൻഡിസ്ട്രക്റ്റബിൾ ലൈഫ് ഓഫ് ഗോഡ് നമ്മളിലൂടെ ഒഴുകുകയും. യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായത്തിൽ യേശു ഇങ്ങനെ പറഞ്ഞു, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ആ ഒരു ദൃഷ്ടാന്തം അത് വളരെ അത് ഗ്രാഫിക്കാണ്. കാരണം ആ കൊമ്പുകളുടെ ഒരേ ഒരു ജോലി എന്ന് പറയുമ്പോൾ ആ മുന്തിരിവള്ളിയോട് ചേർന്നിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആ ജീവൻ താനെ അതിലൂടെ ഒഴുകി ഫലം പുറപ്പെടുവിക്കുവാൻ ആ കൊമ്പിനെ സഹായിക്കുക ചെയ്യുക. സോ പ്രൈസ് ഗോഡ്, ദിസ് ഈസ് an experience of abundant life. The source of abundant life ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എവിടുന്നാണ് ഇത് ഉത്ഭവിച്ചു വരുന്നത്? ഇൻ യുവർ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. ദൈവത്തിൻ്റെ ജീവൻ തന്നെ പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ആത്മാവിൽ വന്ന് നിറയുകയാണ്. ഗ്രാഫിക് പിക്ചേഴ്സാണ്. ജീവജലത്തിൻ്റെ നദികൾ എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്നും പുറപ്പെടുമെന്ന് പറയുമ്പോൾ അതൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിക്കേ. ഞാൻ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സാധനമല്ല. എൻ്റെ ചുറ്റും എൻ്റെ എൻവയൺമെൻറ്റിനകത്തുനിന്ന് ഞാൻ മാനുഫാക്ചർ ചെയ്തുണ്ടാക്കിയെടുക്കുന്ന ഒരു ജീവിതമല്ല ഈ ജീവിതം. ഇതിൻ്റെ സോഴ്സ് ഈസ് ഇൻ ഗോഡ്. This is heavenly life. This is the life of God. And ഒരു സാഹചര്യത്തിനും ഇതിനെ തകർക്കുവാൻ കഴിയത്തില്ല. അതാണ് അപ്പോസ്തലനായ പൗലോസിൻ്റെ വാക്കുകളൊക്കെ അല്ലേ. തൻ്റെ അപ്പോസ്തോലിക ശുശ്രൂഷയിൽ അനേക അനുഭവങ്ങളിലൂടെയൊക്കെ താൻ കടന്നുപോയപ്പോൾ താൻ ഇങ്ങനെ പറയുവാനിടയായി തീർന്നു, നത്തിങ് ക്യാൻ സെപ്പറേറ്റ് മീ ഫ്രം ദ ലവ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്നും ഒന്നിനും എന്നെ വേർപിരിക്കുവാൻ കഴിയത്തില്ല. If God is for me, who can be against me? എന്നിട്ട് താൻ വലിയൊരു പട്ടികയാണ് അവിടെ പറയുന്നത്. അതിനകത്ത് അല്ലേ ആപത്തോ പട്ടിണിയോ വാളോ ഉപദ്രവമോ, നമ്മൾ ആ സാഹചര്യങ്ങളൊക്കെ ഇമാജിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഏറ്റവും വലിയ ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകുന്ന ചില സംഗതികളാണത്. പക്ഷെ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടാണ് പൗലോസ് പറയുന്നത്, നോ, ഇത് ഞാൻ അനുഭവിക്കുന്ന ജീവൻ എന്ന് പറയുമ്പോൾ എൻ്റെ ബാഹ്യമായ സാഹചര്യങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാത്ത സംഗതിയാണ്. അത് വരും പോകും. ചിലപ്പോൾ എല്ലാവരും കൂടെ കാണും, ചിലപ്പോൾ ആരും കാണത്തില്ല. ചിലപ്പോൾ എനിക്ക് സമൃദ്ധിയായിരിക്കും, ചിലപ്പോൾ ഞാൻ പട്ടിണിയിലായിരിക്കും, ചിലപ്പോൾ ഞാൻ സന്തോഷത്തിലായിരിക്കും, ശുശ്രൂഷയുടെ ഹൈറ്റിലായിരിക്കും. ചില സമയത്ത് ഞാൻ ഉപദ്രവമേറ്റ് തടവറയിലായിരിക്കും. ദാറ്റ്സ് ഓക്കെ. But what I am experiencing, my relationship with God, ദൈവത്തോടുള്ള എൻ്റെ ബന്ധം, ആ ജീവൻ, ആ അനുഭവം ഈ ബാഹ്യമായ സാഹചര്യങ്ങളുമായി യാതൊരു ബന്ധവുമില്ല. പ്രൈസ് ഗോഡ്. ഇതൊരു വെളിപ്പാടാണ്, ഇതൊരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ഇത് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഓരോ വിശ്വാസിക്കും ലഭ്യമാണ്. അതിന് വേറെ ഒരു ക്രൈറ്റീരിയയും ക്വാളിഫിക്കേഷനും പറഞ്ഞിട്ടില്ല. നമ്മൾ ആരാണെന്നോ, നമുക്ക് എന്തൊക്കെ കൃപാവരങ്ങളുണ്ടെന്നോ, നമുക്ക് എന്തൊക്കെ നമ്മളെക്കുറിച്ച് പറയാനുണ്ടെന്നോ. ഇഫ് യു ആർ എ ബിലീവർ ഇൻ ക്രൈസ്റ്റ് ജീസസ്, നീ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു പൈതലായിരിക്കുന്നു എങ്കിൽ ദൈവവുമായിട്ടുള്ള ഈ ബന്ധം, ഈ നിത്യജീവൻ, പരിശുദ്ധാത്മാവിലുള്ള ജീവിതം നമ്മുടെ അവകാശമാണ്. ദിസ് ഈസ് അവർ ബർത്ത് റൈറ്റ്. ബട്ട് ദ സാഡ് തിങ് ഈസ്, ഇതൊരു യാഥാർത്ഥ്യമായിരിക്കുമ്പോൾ തന്നെ നമ്മളിൽ എത്ര പേര് ഇത് അനുഭവിക്കുന്നുണ്ട്? നമ്മൾ പെട്ടെന്ന് തളർന്നു പോകുന്നവരാണ്, ക്ഷീണിച്ചു പോകുന്നവരാണ്. ഇത്ര വലിയൊരു പ്രൊവിഷൻ ഈ രക്ഷയിൽ നമുക്ക് വേണ്ടി നൽകിയിട്ടുണ്ട് എങ്കിലും ഇത് നമ്മളെ സ്വർഗത്തിൽ കൊണ്ടെത്തിക്കാൻ എവിടുന്ന് ഒരു ടിക്കറ്റ് കിട്ടിയതുപോലെ മാത്രമാണോ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളിത് സ്വീകരിച്ചിരിക്കുന്നത്? ഈ വലിയ രക്ഷ സ്വർഗത്തിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുവാൻ വേണ്ടി മാത്രമല്ല,
ഈ ഭൂമിയിൽ തന്നെ സ്വർഗത്തിൻ്റെ അനുഭവം നമുക്ക് നൽകുവാനാണ് കർത്താവ് ഈ വലിയ രക്ഷ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. സോ ദിസ് അബൻഡൻറ്റ് ലൈഫ് എക്സ്പീരിയൻസ് ഈസ് അവൈലബിൾ ഫോർ ഈച്ച് വൺ ഓഫ് us. ഇത് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ലഭ്യമായിരിക്കുന്നു എന്ന് നാം മറക്കാതിരിക്കുക. നമുക്ക് പ്രാർത്ഥിച്ചു തുടങ്ങാം, നമുക്ക് ആഗ്രഹിച്ചു തുടങ്ങാം. കർത്താവേ, നിൻ്റെ വചനം ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ. നിന്നോട് കൂടെ നടന്ന, കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന ദൈവമനുഷ്യർ, ഭൃത്യന്മാർ, അവരുടെ വാക്കുകളിൽ ഈ നിത്യജീവൻ്റെ അനുഭവം ഈ ഭൂമിയിൽ തന്നെ പ്രത്യക്ഷമായി അവരെ ജയാളികളായി തീർത്തതായി ഞങ്ങൾ കാണുന്നുണ്ടല്ലോ. അത് ഞങ്ങൾക്കും വേണം കർത്താവേ. നമുക്ക് ആഗ്രഹിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്കതിനു വേണ്ടി നമ്മുടെ ജീവിതങ്ങളെ ഒന്ന് തുറന്നു കൊടുക്കാം. നമ്മുടെ ചെറിയ ചെറിയ വിഷയങ്ങളെയും പരാജയങ്ങളെയും വേദനകളെയും ഒക്കെ നമുക്കൊന്ന് മാറ്റിവെക്കാം. പ്രൈസ് ഗോഡ്. കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. സോ ദ സോഴ്സ് ഓഫ് അബൻഡൻറ്റ് ലൈഫ് ഈസ് ഹെവൻലി. ഇറ്റ് ഈസ് ഫ്രം ഗോഡ്. ആൻഡ് ദ മോമെൻറ്റ് യു ഓപ്പൺ യുവർ സെൽഫ്, നമ്മളെ തന്നെ ഒന്ന് തുറന്നു കൊടുക്കുമ്പോൾ, നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, അല്ലേ, നമ്മളിലേക്ക് പരിശുദ്ധാത്മാവ് ഇതങ്ങോട്ട് വന്ന് നിറയുകയാണ്. ആൻഡ് നമ്മളെ ഈ ഒരു ജീവിതം ജീവിക്കുവാൻ നമ്മളെ ശക്തീകരിക്കുക. God bless you all and thank you so much for listening.